പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP-യുടെ ലേസർജെറ്റ് പ്രിന്ററായ CP1525N എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം HP ലേസർജെറ്റ് CP1525N പ്രിൻ്റർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. ഇവിടെ ഫസ്റ്റ് തന്നെ HP-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പണായി വന്ന ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ വിൻഡോസിൻ്റെ വെർഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ താഴെ ഡ്രൈവർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ 2 ഫയലുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ എസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് USB മോഡിലാണ്, അതായത് USB പോർട്ട് വഴിയാണ് നമ്മൾ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ USB മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് നേരം ഇൻസ്റ്റാളേഷൻ്റെ ഈ ലോഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫിനിഷ് എന്നുള്ള ഇതിവിടെ താഴെ വരും. അപ്പം ജസ്റ്റ് ഫിനിഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് USB കേബിൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രിൻ്റർ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് പോയിട്ട് ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതേപോലെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ട് PDF-ലോ വേർഡിലോ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്താണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ കുറേ പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് ലിസ്റ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ലിസ്റ്റ് കാണിക്കില്ല. താഴെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിറ്റക്റ്റ് ആയിട്ട് ഇവിടെ മുകളിലുള്ള ലിസ്റ്റിലേക്ക് വരുന്നതാണ്. അതിനുശേഷം പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ കാണുന്ന റൈറ്റ് ബട്ടൺ അവിടെ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. കണ്ടില്ലേ, പ്രിൻ്റർ പ്രോപ്പർട്ടീസ്, അതെടുക്കുക. അതിൽ താഴെ കാണാൻ സാധിക്കുന്നതാണ് പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നൊരു ഓപ്ഷന്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പാസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിസ്റ്റം ആദ്യം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഡ്രൈവേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.